മതം ഒരുപാട് സ്വാതന്ത്ര്യത്തിന് തടയിടുന്നൊരു അവസ്ഥയിലേക്കാണ് എന്ന് തോന്നുന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മതങ്ങളിങ്ങനെ തടയിടുന്നത് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള കാരണമല്ലേ? അത് ആളുകൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ്. ഒരേ സാധനം ഗേറ്റാണ് എന്നും ചിന്തിക്കാൻ പറ്റും, വേലിക്കെട്ടാണ് എന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഗേറ്റ് ആവശ്യമാണ്, വേലിക്കെട്ട് ആവശ്യമില്ല. ഗേറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംവിധാനമാണ്, എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയവുമായി ഇതിന് വളരെ വലിയ കണക്ഷൻ ഉണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യക്കേടായി മാറരുത്, നമ്മുടെ സുഖം മറ്റൊരാളുടെ അസുഖമായി മാറാൻ പാടില്ല. അതിന് നിയമവും വ്യവസ്ഥയും നിർബന്ധമാണ്. ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളിടത്താണ് ഏത് മതം എന്നത് പ്രസക്തമായി വരുന്നത്. അവിടെ മതങ്ങൾ ധാരാളമുണ്ട്, മതങ്ങൾ തമ്മിൽ സംഘട്ടനമുണ്ടാകരുത്, പക്ഷെ സംവാദമാവാം, ആരോഗ്യകരമായ സംവാദങ്ങളാകാം. എന്നിട്ട് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മുസ്ലിങ്ങൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവർ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ആശയ സംവാദം, ആരോഗ്യകരമായ ഒരു ആശയ സംവാദം ഉണ്ടായാൽ ഇസ്ലാമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുക എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവത്തിൽ എത്ര സ്വാതന്ത്ര്യം ലഭിച്ചാലും വീണ്ടും പോരാ എന്നുള്ളൊരു രീതിയിലേക്ക് പഴയൊരു കവിത പോരാ നാളിൽ എന്ന് പറയുന്നില്ല, കാലഘട്ടത്തിനനുസരിച്ച് നമുക്കിതൊന്നും പോരാന്ന് തോന്നും. ശരിക്കും ആർക്കെങ്കിലും ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? ആരെങ്കിലും പിന്നിൽ നിന്ന് ഈ സമൂഹത്തെ ഇപ്പം മതങ്ങൾ മനുഷ്യനെ ഒരു നേരായ പാതയിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരം ലിബറലിസവും ഇങ്ങനെ ചില കാര്യങ്ങളുമായി ആരെങ്കിലും പിന്നിൽ നിന്ന് നയിക്കുന്നുണ്ടോ? അദൃശ്യശക്തി പോലെ ഇപ്പം നമ്മൾ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയും ചില അദൃശ്യശക്തികളുടെ കരങ്ങളില്ലേ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് കാലഘട്ടത്തിലും ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും. തിന്മക്ക് മുൻതൂക്കം നൽകുന്നതിനുണ്ടായിരിക്കും, നന്മക്ക് മുൻതൂക്കം നൽകുന്നതിനുണ്ടായിരിക്കും. പക്ഷെ നന്മക്ക് മുൻതൂക്കം നൽകുന്നത് ദൃശ്യശക്തിയായി മാറും പിന്നീട്. അപ്പോഴും തിന്മക്ക് മുൻതൂക്കം നൽകുന്നവർ അദൃശ്യശക്തിയായി നിലകൊള്ളുകയും ചെയ്യും. ഇതിലെന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യന് ശത്രുതയുണ്ടായിരിക്കും. ഒന്ന്, മനുഷ്യൻ ഏത് സമയത്തും അവൻ അറിയാത്തതിൻ്റെ ശത്രുവായിരിക്കും, പഠിക്കാൻ തയ്യാറല്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം ഉൾപ്പെടെ, ഞാൻ എല്ലാ മതങ്ങളും എന്ന് പറയേണ്ടതാണ്, എന്നാലും നമ്മൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുക ആയതുകൊണ്ട് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഇസ്ലാമിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്താണ് മതങ്ങൾ സംസാരിക്കുക. അപ്പോഴേക്ക് നമ്മുടെ മതപഠനം അവസാനിച്ചിരിക്കും. ഉദാഹരണമായിട്ട് പിന്നെ പുതിയൊരു പഠനം വന്നു കഴിഞ്ഞാൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് അതിന് മുകളിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുതിയത് നമ്മൾ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ വൈദ്യത്തിൽ പുതിയ പഠനത്തിന് തയ്യാറാണ്, പക്ഷെ ഇസ്ലാമിൽ പുതിയ പഠനത്തിന് തയ്യാറല്ല. ഈ കൊറോണ വന്ന സമയത്ത് പിന്നെ ഈ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, കരിഞ്ജീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ഒരാളൊരു രസകരമായൊരു ചോദ്യം അല്ലെങ്കിൽ കൗതുകകരമായൊരു ചോദ്യം ചോദിച്ചു. കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗം കിഡ്നി ഫെയിലിയർ ആക്കുമെന്നാണല്ലോ ആധുനിക പഠനം വന്നിട്ടുള്ളത്, പിന്നെ മുഹമ്മദ് നബി എങ്ങനെയാണ് കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞത് എന്നാണ് ചോദ്യം. ഈ കരിഞ്ജീരകത്തിൻ്റെ അമിതമായ ഉപയോഗം കിഡ്നി ഫെയിലിയർ ആക്കും എന്ന് അറിയുന്ന ഒരാൾ ആ ഹദീസ് ഒന്നുകൂടിയും പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ അബ്ബത്തു സൗദായി ഷിഫാഉം മിൻകുല്ലി ദാ എന്ന ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി. അപ്പോഴേക്ക് നമ്മൾ മതപഠനം അവസാനിച്ചു പോയി. ഇനി അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ റെഡി ഇല്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് മിയമിയാണ് എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് മനുഷ്യൻ അവനെ അറിയാത്തതിൻ്റെ ശത്രുവായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതൊരു മനുഷ്യനും അവൻ്റെ താല്പര്യത്തിനെതിരെ മറ്റൊരാൾ പറഞ്ഞാൽ അവനോട് ശത്രുതയോടുകൂടിയാണ് പെരുമാറുക എന്നതാണ്. ഈ രണ്ട് സാധനം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബാക്കിലെ അദൃശ്യ ശക്തി. അതിന് പേരെന്തിടണം എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് സമയം പരിമിതമാണ്, അതുകൊണ്ട് ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്.